എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വീഡിയോ കൂടി കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കുന്ന എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു മെസ്സേജാണ്, ഇവൾക്കൊക്കെ എന്തിനാറ് മറുപടി കൊടുക്കുന്നത്, ഇവൾക്കൊന്നും മറുപടി കൊടുത്തിട്ടൊരു കാര്യവുമില്ല, പിന്നെ ഇവളിതൊന്നും പറഞ്ഞാൽ ഇവളുടെ തലയിൽ കയറില്ല എന്നൊക്കെ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഒരുപാട് എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ദയവായിട്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക് മാത്രമുള്ള മറുപടിയല്ല ദയവായിട്ട് ഈ കൊടുക്കുന്നത്. എനിക്കറിയാവുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ബാക്കി കേൾക്കുന്നവരും വിചാരിക്കുമല്ലോ ഇത് ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ തന്നെ ഇതിന്റെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്ത് കാര്യം പറയുമ്പോഴും മതം ഉപേക്ഷിച്ചു, ഞാനിപ്പോൾ ആ മതത്തിലല്ല എന്ന് പറയുന്ന വ്യക്തി എന്ത് കാര്യം പറയുമ്പോഴും വീണ്ടും ആ മതത്തിന്റെ കാര്യവും അതെന്നെ പേടിപ്പെടുത്തുന്നു എന്നും കൂടി പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായൊരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും അവരുടെ, അതായത് പൂർണ്ണമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു മതേതരവാദി കൂടിയാണ്. അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായ മതവുമുണ്ട്, വ്യക്തമായ ജാതിയുമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയവുമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളെ ബാധിക്കാറേയില്ല. ഞാൻ അങ്ങനെയുമല്ല ഈ കേരളത്തിൽ ഇത്രയും നാളും ജനിച്ചതും ജീവിച്ചതും വളർന്നതും. അപ്പൊ എന്തായാലും ഈ മഹത് വ്യക്തിക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ അതിന്റെ മറുപടിയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ കൊല്ലത്ത് അങ്ങനെ ഭക്ഷണം നൽകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ എനിക്ക് അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മതം അതിന് എതിരാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാണ്. മറ്റൊന്നുമല്ല, എന്റെ വീട്ടിൽ ഞാനൊരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൊല അവർക്ക് അയ്യപ്പന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാണ്. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി വീഡിയോ നിങ്ങൾ പുള്ളിക്കാരത്തിയുടെ ഇതിനകത്ത് തന്നെ പോയി കയറിയാൽ കാണാൻ പറ്റും. എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന സമയത്ത് കാണുന്ന വീഡിയോകൾക്കാണ് ചിലതിനൊക്കെ എനിക്ക് മറുപടി പറയണം എന്ന് തോന്നുന്നതിന് പറയുന്നത്. ദയവായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ മറുപടി പുള്ളിക്കാരിയും കൂടെ കേൾക്കുവാണെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് മതമില്ല, ഞാൻ മതം ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് ഘോരം പ്രസംഗിക്കുന്ന പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തി എന്തിനാണ് അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മതം ഇനി എനിക്കെതിരാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? അയ്യപ്പന്മാർക്കെന്നല്ല, ഒരു മനുഷ്യനും ഒരു ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല. ഇസ്ലാം എന്നല്ല, എനിക്കറിയാവുന്ന എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം, ഒരു മതവും അതിനെതിരല്ല. ഒരു മനുഷ്യനും ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു മതവും എതിരല്ല. ജസ്ന സലീമിനോട് ആരാണ് പറഞ്ഞത് അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ നിങ്ങൾ മതം എതിർക്കുമെന്നുള്ള കാര്യം? നിങ്ങൾ ഏത് മതവിശ്വാസത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാ. എന്നെ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണുന്ന ഒരുപാട് ഇസ്ലാം മത വിശ്വാസികളുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം. ഏതെങ്കിലും എന്നേക്കാൾ അറിവുള്ള പണ്ഡിതന്മാരും ആലിമീങ്ങളും ഒരുപാട് ഉസ്താദുമാരും പല ആൾക്കാരും ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടണം. അയ്യപ്പന്മാർക്കോ ശബരിമലയിൽ പോകാൻ മാലയിട്ടവർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്കോ ഭക്ഷണം കൊടുക്കരുതെന്ന് നമ്മുടെ മതത്തിൽ വിലക്കിയിട്ടുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ദയവായിട്ടൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് കമന്റ് ഇടണം. അതായത് ജസ്റ്റ് ഇത് റീച്ചിന് വേണ്ടി പറയുന്നതാണോ, അതോ ഇനി ഇങ്ങനെ ഈ ഒരു മതം ഇത്രയും മോശമാണെന്ന് പറയുന്നതാണോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ജസ്ന സലീമിനോട് തന്നെയാണ് എന്റെ ചോദ്യം. താങ്കളെ ആരാണ് ഈ മതം പഠിപ്പിച്ചത്? ആരാണ് താങ്കളെ ഈ മതം പഠിപ്പിച്ചത്? ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നമ്മുടെ മതം പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള പല കാര്യങ്ങളെ എതിർക്കുന്നുമുണ്ട്. ആ എതിർപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലാതെ ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പർദയും മഫ്തയും ബുർക്കയും ഒക്കെ ധരിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ അത് നിർബന്ധിച്ചിട്ടല്ല, അവരുടെ ഇഷ്ടപ്രകാരമാണ് അവരത് ചെയ്യുന്നത്. എനിക്കത്രയും അതിനോട് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ, അത് എന്റെ ഇഷ്ടമാണ്. ജസ്നയെ ആരാണ് മതം പഠിപ്പിച്ചതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. ജസ്നയുടെ വീട്ടിൽ പറഞ്ഞോ അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന്, അല്ലെങ്കിൽ ശബരിമലയിൽ പോവാൻ മാലയിട്ടവർക്കോ വേറെ ഏതെങ്കിലും രീതിയിൽ വിശ്വാസപരമായ വ്രതം അനുഷ്ഠിക്കുന്നവർക്കോ ഭക്ഷണം കൊടുക്കരുതെന്ന് ആരാണ് പറഞ്ഞത്?
നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ചുറ്റിലുള്ള ടീച്ചേഴ്സൊക്കെ കുറച്ച് എല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. അവർക്ക് ഈ സമയത്ത് നൊയമ്പ് നടക്കുന്നത്, അതായത് അവർ നോൺ വെജ് ഒന്നും ഉപയോഗിക്കില്ല. ഈ ഒരു സമയത്ത് പോലും ഞാൻ കൊണ്ടുവരുന്ന, അതായത് പിന്നെ നോൺ വെജ് അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ അവർ കഴിക്കാറുണ്ട്. അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ കഴിക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. എന്താ പറയുന്നത്, അവർ നോൺ വെജ് കഴിക്കാത്ത സമയത്ത് അവരത് കഴിക്കില്ല. എനിക്ക് നോമ്പ് സമയമാണെങ്കിൽ ഞാനത് കഴിക്കില്ല. അത് ഞാൻ ഒരു ഭക്ഷണവും കഴിക്കത്തില്ലല്ലോ ആ ഒരു സമയത്ത്. അതിനുശേഷം എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് അനുവദനീയമായ പന്നിയെ ഒഴിവാക്കിയ പന്നി ഇറച്ചി നമ്മൾ കഴിക്കാൻ പാടില്ല. അതുപോലെ അറുത്തതല്ലെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണവും നമ്മൾ കഴിക്കത്തില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ അല്ലാതെ നമ്മൾ ഇത്രയും വിശാലമായ അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ മതം എതിർക്കുന്നു എന്ന് ജസ്നയെ പഠിപ്പിച്ചത് ആരാണെന്ന് ജസ്ന ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ജസ്ന അത് ചെയ്യണം. വെറുതെ ഈ ഉസ്താദുമാരേതോ തേവലക്കര, ഞാൻ എന്റെ നാട്ടിലാണ്, കൊല്ലം തേവലക്കരയിൽ നടന്നു പോകുന്ന ശബരിമല സ്വാമിമാർക്ക് നമ്മുടെ പള്ളിയിലെ ഇമാമ് കൈ കൊടുത്ത് അവരെ വളരെ സ്നേഹത്തോടു കൂടി യാത്ര അയക്കുന്ന സീനുകളൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ആ അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുമ്പോൾ ഈ കഞ്ഞി സദ്യ നടത്തുമല്ലോ, ഞാൻ അതിനകത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കഞ്ഞിയും അസ്ത്രം എന്ന് പറയും നമ്മുടെ നാട്ടിൽ, കൊല്ലത്തൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ആ കഞ്ഞിയും അസ്ത്രവും കടുമാങ്ങ അച്ചാറും ഒക്കെ നമ്മൾ ഭക്ഷണമായിട്ടാണ് കഴിക്കുന്നത് ജസ്ന. അത് ഞങ്ങൾ കഴിക്കുന്നുമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവർ കഴിക്കാത്ത രീതിയിൽ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാതെ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കും. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ വീട്ടിൽ മീൻ വെക്കാതെ അവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കും. അത് അവർ കഴിക്കുകയും ചെയ്യും. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാതെ നിന്നെ പോലെ ഞാൻ ഇത്രയും നാളും ഒരു മനുഷ്യനെ പോലും വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം എന്താ പറയുക, എന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി, എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിൽ കൂടി എന്റെ അഭിപ്രായം വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മനുഷ്യനെ പോലും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഒരു രൂപ പോലും വരുമാനം കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഒരു വരുമാനമോ റവന്യൂ റീച്ചോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് പണിയുണ്ട്, എന്റെ ഭർത്താവിന് ജോലിയുണ്ട്, ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടുന്ന വകയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ ആരുടെയും കാര്യം എടുത്തിട്ട് പറയുന്നുമില്ല. പക്ഷേ ഈ ആവശ്യമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നതിനെ വിലക്കുന്നു അല്ലെങ്കിൽ മതം എതിരാവുന്നു. മതം ഉപേക്ഷിച്ച താങ്കൾക്ക് ഈ മതം എതിരായാൽ എന്താ കുഴപ്പം? അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഭക്ഷണം കൊടുക്കുന്നതിന് വിലക്കിയ മതത്തിലുള്ള ഹദീസോ ആയത്തോ പഠിപ്പിച്ച ആളെയോ ജസ്ന ഒന്ന് പറഞ്ഞു തരാമോ തെളിവ് സഹിതം? അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, ജസ്നയെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന്. കഷ്ടമാണ്. താങ്കൾക്ക് നല്ല വൃത്തിയുള്ളൊരു ജോലി അറിയാം, നല്ല വൃത്തിയായിട്ട് ഒരു പടം വരയ്ക്കാൻ അറിയാം, താങ്കൾ നന്നായിട്ട് പിക്ചർ വരയ്ക്കുന്ന ആളാണ്. താങ്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പിക്ചർ വാങ്ങിക്കൊണ്ട് അത് വെച്ച് ഉപജീവന മാർഗം നടത്തണം. അല്ലാതെ ഈ യൂട്യൂബിൽ കൂടിയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടിയും ഈ ആവശ്യമില്ലാത്ത എന്ത് കാര്യം പറയുമ്പോഴും അവിടെ ഏതെങ്കിലും ഒരു മതത്തിനെ, അത് ഇസ്ലാം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഒരു മതത്തിനെയും അവിടെ നിങ്ങൾ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പൊതുവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലോ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയരുത്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും, എന്റെ ജാതിയായാലും മതമായാലും, ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവരുടെ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ താങ്കൾ പറയരുത്. അത് താങ്കളുടെ വ്യക്തിത്വത്തെയാണ് ബാധിക്കുന്നത്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. താങ്കൾക്ക് നെഗറ്റീവ് കമന്റുകൾ വരുന്നതിനെ താങ്കൾ പ്രതികരിക്കുന്നു, അവരെ അധിക്ഷേപിക്കുന്നു, അതൊക്കെ താങ്കൾ ആയിക്കോ. ഇപ്പൊ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് താങ്കൾക്കെതിരെ കമന്റ് ഇടുന്നു, ഹിന്ദു മതത്തിൽപ്പെട്ടവരും താങ്കൾക്കെതിരെ കമന്റ് ഇടുന്നുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കും താങ്കൾക്കെതിരെ കമന്റ് ഇടുന്നുണ്ട്, എല്ലാവരും താങ്കൾക്കെതിരെ കമന്റ് ഇടുന്നുണ്ട്. പക്ഷേ താങ്കൾക്ക് അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നിയാൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടായ വാഴക്കൊല കൊടുക്കണം തോന്നിയാൽ താങ്കൾ അത് അവിടെ കൊണ്ട് കൊടുക്കൂ. അതിനെ ആരാണ് എതിർത്തത്? ഏത് മതമാണ് എതിർത്തത്? അത് കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മതം എനിക്ക് എതിരാവൂന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന്. വേറെ ഒന്നിനെയും പേടിക്കാത്ത താങ്കൾ ഈ ഒരു ഭക്ഷണമോ ആ ഒരു കൊലയോ അവിടെ കൊണ്ട് കൊടുക്കുന്നതിന് ഇത്രയും പേടിച്ചതും ഇത്രയും ഭയപ്പെട്ടതും എന്തിനാ? അതും കൂടി ഒന്ന് പറഞ്ഞു തരാവോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താങ്കൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഇസ്ലാം മതത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അവരെ മോശമാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള എനിക്ക് കേട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ മതം അങ്ങനെ വിലക്കുന്നില്ല, ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിനെ വിലക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാറുമുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാറുമുണ്ട്. അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും കഴിക്കുന്നില്ല എങ്കിൽ അത് അവരുടെ കയ്യിലെ തെറ്റാണ്.
നമ്മുടെ കയ്യിലെ തെറ്റല്ല. അത് ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ സമുദായത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും തലയെ കൊണ്ട് കെട്ടിവെക്കേണ്ട. അത് നിങ്ങളുടെ വീട്ടിൽ മാത്രം ഫോളോ ചെയ്ത് വന്നത്. എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് ഏത് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയാലും നമ്മൾ കഴിക്കാറുണ്ട്. ഓണത്തിന് പോയി ഭക്ഷണം കഴിക്കും, ക്രിസ്മസിന് പോയി ഭക്ഷണം കഴിക്കും, വേറെ എന്തെങ്കിലും വിശേഷം, കല്യാണമാവട്ടെ, പിറന്നാളാഘോഷമാവട്ടെ, എന്ത് കാര്യത്തിന് പോയാലും നമ്മൾക്ക് അനുവദനീയമായ ഭക്ഷണം അവിടെ പോയി കഴിക്കാറുണ്ട്. ഏത് വീട്ടിലാണെങ്കിലും കഴിക്കും. എന്റെ അയലത്ത് മുഴുവൻ താമസിക്കുന്നത് ഹിന്ദുസും ക്രിസ്ത്യൻസും. അവരുടെ എല്ലാം വീട്ടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും അവരുടെ എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് പോയി പങ്കെടുത്തും ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും എന്റെ കുടുംബത്തുള്ളവരും ഒക്കെ ഭക്ഷണം കഴിക്കും. ഞങ്ങൾ അങ്ങനെ തന്നെ ശീലിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവരും ഭക്ഷണം കഴിക്കും കേട്ടോ. അതുകൊണ്ട് ജസ്നയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ, ജസ്നയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്ന ചെയ്തു കൊള്ളുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിലും ജസ്ന പറഞ്ഞുകൊള്ളുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ, സമുദായത്തിന്റെ മേൽ കെട്ടിവെച്ചതിന് ശേഷം ഒരു കാര്യം അങ്ങോട്ട് ചെയ്തങ്ങ് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അത് ദയവായിട്ട് ചെയ്യരുത്. റീച്ചിനാണെങ്കിൽ അത് ചെയ്യരുത്. താങ്കൾക്ക് നല്ലൊരു തൊഴിലറിയാം, കണ്ണനെ വരയ്ക്കുന്നു, അത് വരച്ച് താങ്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പിക്ചർ വാങ്ങിക്കുന്നുണ്ട്, അത് വരച്ച് ഉപജീവന മാർഗം നടത്തുക. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇടണോ, വീഡിയോ ഇടുക, റീല് ചെയ്യണോ ചെയ്യുക, അതൊക്കെ താങ്കളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവും കൂടി. ശബരിമലയിൽ പോകാൻ മാലയിട്ട് അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ ഇനി എന്റെ മതം അതിന് എതിരാകുമെന്ന് പേടിച്ചിട്ട് ഞാനിനി അങ്ങനെ ചെയ്യുന്നില്ല. അത് പേടിച്ചിട്ടാണോ അതിനുള്ള സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു കൊല ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കൊണ്ട് കൊടുത്തതായിരിക്കാം. ഇത് ജസ്ന എന്നെ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും നാൾ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ഞാൻ ജസ്ന പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ മാത്രമാണ് ഞാൻ എതിർത്തിട്ടുള്ളതും അതിനെ ഖണ്ഡിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും. പക്ഷേ ഈ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, താങ്കളുടെ വ്യക്തിത്വത്തെയാണ് താങ്കൾ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എന്റെ വ്യക്തിത്വം മറച്ചു വെച്ച് ഞാൻ ഒരാളെ ആക്ഷേപം പറയുമ്പോഴും, ഞാൻ ഒരാളോട് മോശം സംസാരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് അവിടെ വില കുറയുന്നത്, എന്റെ നിലവാരം അവിടെ താണു പോവുകയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളെ തെറി പറയുമ്പോൾ എന്റെ വിലയാണ് അവിടെ പോകുന്നത്. ആ പറയുന്നവരും ഞാനും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കീപ് യുവർ ഇൻഡിവിജ്വാലിറ്റി. താങ്ക് യു.